الحمد لله اللطيف الخبير عم بلطفه العالمين وخص به عباده المؤمنين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഒന്നൊഴിയാതെ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ നിന്ന് മോചനം തേടി എന്ന് വിചാരിക്കുമ്പോഴേക്ക് അടുത്തത് കടന്നു വരികയാണ്. ഇത്തരത്തിൽ നിരന്തരമായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. അവിടെയെല്ലാം വിശ്വാസികൾക്ക് കൃത്യമായ ഒരു മാർഗദർശനമുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് വ്യക്തമായി ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ
വിശ്വാസികൾക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ചില പരീക്ഷണങ്ങളെല്ലാം മനുഷ്യനെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഏതു ബലായിലും ഒരു ഇബറത്തുണ്ട് എന്നാണ്. ഏതു ബലാവും ഇബറത്ത് വിശ്വാസികൾക്കുണ്ടാകുമെന്നാണ്. ഇബറത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം എന്നാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തറിയാൻ വേണ്ടി റബ്ബിന്റെ ചില പരീക്ഷണങ്ങൾ ചില ആളുകളിലൂടെ അള്ളാഹു നടത്തും. അത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ തിരിച്ചറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുവൈത്ത് ആക്രമിക്കാൻ വേണ്ടി സദ്ദാം ഹുസൈൻ കടന്നു വന്നപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ മൂല്യമുള്ള കറൻസി ആയിരുന്നു കുവൈത്തിലെ ദിനാർ. നിമിഷ നേരം കൊണ്ടാണ് ഒരു പേപ്പറിന്റെ വില പോലുമില്ലാതെ കുവൈത്തിലെ കറൻസികൾ പാറിപ്പറക്കുന്നത് കാണേണ്ടി വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ചെയ്യുക. ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം നെട്ടോട്ടമോടുകയാണ്. തങ്ങളുടെ കയ്യിലുള്ള പൈസ ഒന്ന് മാറ്റിക്കിട്ടാൻ നീണ്ട ക്യൂവിൽ തളർന്ന് പ്രയാസപ്പെടുകയാണ് ആളുകൾ. കൈക്കുഞ്ഞുമായി തൂങ്ങിയുറങ്ങുന്ന പൊന്നോമനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കയ്യിലുള്ള പൈസ ഇന്നലെ വരെ നല്ല മൂല്യമുണ്ടായിരുന്നതിന് ഇന്ന് അസാധുവായി പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇതെങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചാക്കിയെടുത്തിരുന്നെങ്കിൽ. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇബറത്താണത്. ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നാമമാണ് അൽ ലതീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലുത്ഫ് എന്ന സിഫത്തും ലതീഫ് എന്ന നാമവും വിശ്വാസി സമൂഹത്തിന് അടുത്തറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു ഈ നാമത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ലതീഫ് എന്ന നാമത്തിന് രണ്ട് അർത്ഥങ്ങളാണ് പണ്ഡിത ലോകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത്. ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ്. അത് എല്ലാ ഗൂഢമായ മേഖലകളിലേക്കും വിശാലമായതാകുന്നു എന്നാണ്. എത്ര നിഗൂഢമായതിനെയും അള്ളാഹു കൃത്യമായി അറിയും എന്നതാണ് ലതീഫ് എന്നതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തൊരർത്ഥമുണ്ട്, വിശ്വാസി സമൂഹം അടുത്തറിയേണ്ട ഒരർത്ഥമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വിശ്വാസികളായ അടിമകൾക്ക് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുകയും അവരറിയാത്ത രൂപത്തിൽ അവർക്ക് നന്മകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ലതീഫ് എന്ന അള്ളാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ അർത്ഥത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂഹു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ദാലികുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനത്രേ അവനത്രേ നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഇല്ല. അവനാകട്ടെ ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനാണ്. ഫഅബ്ദൂഹു, ആകയാൽ നിങ്ങൾ അവനെ ആരാധിക്കുക. വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യം ഏറ്റെടുത്തവനുമാകുന്നു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ, അവന ദൃഷ്ടികൾ കണ്ടെത്തുകയില്ല, അവനാകട്ടെ ദൃഷ്ടികളെ കണ്ടെത്തുകയും ചെയ്യുന്നു. വഹുവൽ ലതീഫുൽ ഖബീർ,
അവൻ സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, സസൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു ഗൂഢരഹസ്യങ്ങളെ അറിയുന്നവനാണ്. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വഅസിറൂ ഖൗലകും വജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. വഅസിറൂ ഖൗലകും വജ്ഹറൂ ബിഹി, നിങ്ങൾ വാക്ക് പരസ്യമാക്കുകയോ രഹസ്യമാക്കുകയോ ചെയ്തോളൂ. ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അവൻ അങ്ങേയറ്റം അറിയുന്നവനാണ്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ സൃഷ്ടിച്ചവനല്ലയോ, അവൻ അറിയാതിരിക്കുമോ? അലാ യഅലമു, അവൻ അറിയുകയില്ലയോ? മൻ ഖലഖ, അവൻ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് അവൻ അറിവുള്ളവനല്ലയോ? വഹുവൽ ലതീഫുൽ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഗൂഢനും അതോ നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഇനി മറ്റൊരായത്ത് കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകൻ ഉപദേശിച്ചു കൊടുത്ത ഒരു വാചകം ഖുർആൻ പറയുന്നു, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൽ ഖബീർ. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, മോനെ, ഒരു അണുമണി തൂക്കമാണെങ്കിലും ഒരു കടുകുമണിയുടെ തൂക്കമാണെങ്കിലും ശരി, അതേ, ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശങ്ങളിലോ ഭൂമിയിലോ പാറക്കല്ലിന്റെ ഉള്ളിലോ എവിടെയാണെങ്കിലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയമായും അവൻ നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൃത്യമായി അറിയുന്നവനാണ്. ആരെന്ത് രഹസ്യമാക്കി ചെയ്താലും അതിന്റെ എല്ലാം അങ്ങേ തലക്കൽ കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു. ആർക്കും ഒന്നും അങ്ങനെ ഗൂഢമാക്കിയിട്ട് ആരും അറിയാതെ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ഏതെങ്കിലും ആളുകളെ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ടൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത് എന്നതുകൊണ്ട് തന്നെ, കൃത്യമായ വിവരം അവന്റെ അടുത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ, ഏത് ഗൂഢമായ പ്രവർത്തനങ്ങളെയും കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവായിരിക്കെ, അള്ളാഹുവിനെ മറച്ചുകൊണ്ട് ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നിരിക്കെ, എല്ലാത്തിനെയും കൃത്യമായി പിടികൂടുന്നവനാണ് അള്ളാഹു. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുമൊത്ത് കിടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ നബി തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. കിടക്കുന്ന വിരിപ്പ് പോലും പതുക്കെ മാറ്റി ആയിഷ ബീവി അറിയാതെ, ആയിഷ ബീവി ഉണർത്താതെ നബി തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോയപ്പോൾ ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ല, ഉറക്കം നടിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന്റെ പിന്നാലെ ആയിഷ ബീവിയും പിന്നാലെ നടന്നു വന്ന നബി തങ്ങൾ നേരെ പോകുന്നത് ബഖീഉൽ ഖർഖദിലേക്കാണ്. സ്വഹാബികളെ മറമാടിയിട്ടുള്ള ബഖീഉൽ ഖർഖദിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് അവിടെ മറമാടിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചു. ആയിഷ ബീവി പിന്നാലെ നിൽക്കുകയാണ്. നബി തങ്ങൾ അവിടുന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആയിഷ ബീവി ഓടി, പെട്ടെന്ന് സ്പീഡിൽ ഓടി വന്ന് തന്റെ വിരിപ്പിൽ പുതച്ചു മൂടിക്കിടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നു ആയിഷ ബീവി എന്ന്. ഇങ്ങ് വന്നപ്പോൾ ആയിഷ ബീവി ഉറങ്ങുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പ്രവാചകൻ ചോദിക്കുകയാണ്, ആയിഷ, എന്താ നിന്റെ വർത്താനം, ഒന്ന് പറഞ്ഞു തരീ.
അഥവാ എന്തിനാ എൻ്റെ പിന്നാലെ കൂടി ഒന്ന് പറയാം. ആയിഷ ബീവി മുണ്ടണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നി അൽ-ലതീഫുൽ ഖബീർ. ആയിഷ, നീ എന്നോട് പറയുന്നോ അതല്ല എല്ലാ നിഗൂഢമായ രഹസ്യങ്ങളും അറിയുന്ന സൂക്ഷ്മജ്ഞനായ അല്ലാഹു എനിക്കറിയിച്ചു തരിക തന്നെ ചെയ്യും കേട്ടോ ആയിഷ. ഉടനെ ആയിഷ ബീവി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ജനങ്ങൾ മറച്ചു വെക്കുമ്പോഴെല്ലാം അല്ലാഹു അറിയുന്നവനാകുന്നു. ജനങ്ങൾ എന്തൊക്കെ ആരിൽ നിന്ന് എപ്പോഴൊക്കെ മറച്ചു വെച്ചാലും അറിയുന്നവൻ അല്ലാഹുവാണ്. അതെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ വചനങ്ങളാണിത്. ആരൊക്കെ എന്തൊക്കെ രഹസ്യങ്ങൾ മറച്ചുവെച്ച് നിഗൂഢമായ പ്രവർത്തനങ്ങളിലൂടെ പോയാലും ഒരു വിശ്വാസിക്ക് പേടിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിനെ കുറിച്ച് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ ലത്തീഫ് എന്ന വിശേഷണത്തെ, അള്ളാഹുവിന്റെ ലുത്ഫ് എന്ന വിശേഷണത്തെ, അള്ളാഹുവിന്റെ ലത്തീഫ് എന്ന ഇസ്മിനെ അടുത്തറിയുന്ന വിശ്വാസിക്ക് യാതൊരു ഭയപ്പാടുമില്ല. ഏത് വിഷയങ്ങളെയും അള്ളാഹു അവന് ഗുണപരമാക്കി കൊടുക്കും, അവൻ ക്ഷമിച്ച് സഹിച്ചു നിന്നാൽ. രണ്ടാമത്തെ അർത്ഥം എന്താ? രണ്ടാമത്തെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവ ഈസാലുൽ മസാലിഹി ലിഇബാദിഹി ബിഹൈതു ലാ യശ്ഉറൂൻ. വിശ്വാസികൾ അറിയാതെ തന്നെ അവർ വിചാരിക്കാത്ത രൂപത്തിൽ അവരിലേക്ക് അല്ലാഹു നന്മ കൊണ്ടു കൊടുക്കുന്നവനാണ്. അതാണ് അൽ-ലതീഫ് എന്ന നാമത്തിന്റെ രണ്ടാമത്തെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ നിങ്ങളൊന്ന് സഞ്ചരിക്ക്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്. അല്ലാഹു പറയുന്നു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഇതാ നാം നിങ്ങൾക്ക്, ഇതാ നബിയെ നിനക്ക് നല്ല ഒരു കഥാകഥനം ചെയ്യുകയാണ്, ഒരു കഥ പറഞ്ഞു തരാം. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്കങ്ങ് പറഞ്ഞു തരാം നബിയേ. 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് എന്ന് വായിച്ചു നോക്ക് മുസ്ലിമേ. ഏത് സന്ദർഭത്തിലും നിന്റെ മനസ്സിന് കരുത്താണ്, ഏത് സന്ദർഭത്തിലും നിനക്ക് ശക്തമായ പിന്തുണയാണ്. ഏത് തരത്തിലുള്ള അപകടങ്ങൾ നിന്റെ മുന്നിലേക്ക് വന്നാലും അതിലൊക്കെ റബ്ബിന്റെ അടുത്തുനിന്ന് നിനക്ക് ഗുണപരമായ രൂപത്തിൽ നന്മ കരഗതമാക്കാൻ കാരണമാണെന്ന് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഞാൻ കഥ വിശാലമായി പറയാൻ ഉദ്ദേശിക്കുന്നു, ചുരുക്കി പറയട്ടെ. യാക്കൂബ് നബിയുടെ മക്കളുടെ കൂട്ടത്തിൽ ഈ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുമോനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയുടെ മറ്റ് 10 മക്കൾ, ആ മക്കൾക്ക് ഈ മകനോട് ദേഷ്യം തോന്നി, അസൂയ തോന്നുകയാണ്. ഉപ്പാന്റെ സ്നേഹം മുഴുവനും പിടിച്ചു വാങ്ങുന്നവൻ. അവസാനം ആ പൊന്നുമോനെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. സഹോദരങ്ങളായ 10 ആളുകൾ നിഗൂഢമായ തീരുമാനങ്ങൾ എടുത്തു. രഹസ്യ സ്വഭാവമുള്ള രൂപത്തിൽ ഒളിഞ്ഞിരുന്ന് തീരുമാനങ്ങൾ എടുത്തു. എന്നിട്ട് പ്രകടനപരമായി ഉപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ, എന്താ യൂസുഫിനെ ഞങ്ങളോടൊപ്പം കളിക്കാൻ പെടാത്തത്? ഓനുണ്ടാവൂലേ പൂതി, ഓനുണ്ടാവൂലേ ആഗ്രഹം? ഉപ്പങ്ങളൊന്ന് പിടിയിൻ. പ്രത്യക്ഷത്തിൽ പറഞ്ഞതൊന്ന്, ഗൂഢമായ ആലോചന വേറൊന്ന്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അവസാനം ഉപ്പയുടെ കയ്യിൽ നിന്ന് തന്ത്രപരമായി കൊണ്ടുപോയി കാട്ടിലെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിച്ച് കരഞ്ഞുകൊണ്ട് യൂസുഫ് നബിയുടെ തിരോധാനത്തെക്കുറിച്ച് ബേജാറായിക്കൊണ്ട് തിരിച്ചു വന്നു. അദ്ദേഹത്തെ ചെന്നായ പിടിച്ചു തിന്നു എന്ന് കളവും പറഞ്ഞു. ഞാൻ ഈ വാചകം മാത്രമേ പറയുള്ളൂ. ബുദ്ധിയുള്ളവരായ നിങ്ങൾ ഓരോന്നും അതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ പഠിച്ചോളാം. പ്രത്യക്ഷത്തിൽ പറഞ്ഞതൊന്ന്, രഹസ്യം വേറൊന്ന്. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഗൂഢപ്രവർത്തനങ്ങൾ ഒരു അല്പനേരത്തേക്ക് പ്രയാസമുണ്ടായെങ്കിലും ശാശ്വതമായ പ്രയാസത്തിൽ വീടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാടിന്റെ അങ്ങേ തലക്കലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സഞ്ചാരികളെ നേരെ ഈ പൊട്ടക്കിണറ്റിന്റെ അടുത്തുകൂടി കൊണ്ടുവന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ബക്കറ്റിട്ട് അതിലേക്ക് എടുത്തു വെച്ചു കൊടുത്തു. അതാ വരുന്നു. അദ്ദേഹം പറഞ്ഞു, അതാ ഹദാ ഗുലാം,
ദാ വെള്ളമല്ല, കുട്ടിയാണല്ലോ. കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പൊട്ടക്കിണറ്റിൽ ആര് വിളിച്ചാലും വിളി കേൾക്കാൻ പറ്റാത്തൊരു പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞുമോനെ അള്ളാഹുവിന്റെ സംവിധാനം കൊണ്ടുവന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തി. അവിടുന്ന് കൊണ്ടുപോയത് അടിമച്ചന്തയിലേക്ക്. അടിമച്ചന്തയിൽ വിറ്റുകളഞ്ഞു ചുരുങ്ങിയ ദിർഹമുകൾക്ക്. ആ കുട്ടി അടിമച്ചന്തയിൽ നിന്ന് പിന്നെ എത്തിച്ചേർന്നത് രാജകൊട്ടാരത്തിലേക്കാണ്. രാജകൊട്ടാരത്തിലേക്കാണ്. അവിടെയുള്ള രാജ്യം ഭരിക്കുന്ന അമീറിന്റെ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞുമോൻ അവിടെ വെച്ച് വേറൊരു പ്രയാസത്തിൽ ഏർപ്പെടുന്നു. രാജാവിന്റെ ഭാര്യ വൻവേട്രാക്ക് രൂപത്തിൽ അവരെ ഇഷ്ടപ്പെടുകയും അവസാനം പിടിക്കപ്പെട്ടപ്പോൾ ജയിലിലേക്ക് പോകേണ്ടുന്ന അവസ്ഥ വന്നത് യൂസുഫ് നബിക്ക്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജയില് എന്ന് പറയപ്പെടുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായിരുന്നു എന്നാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന സ്ഥാനത്തേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്തിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഒരു കോണിലൂടെ നോക്കുമ്പോൾ യൂസുഫ് നബിക്ക് ചെറുപ്പം മുതൽ പ്രയാസങ്ങളാണല്ലോ ഉണ്ടായത് എന്നാണ്. പക്ഷേ രണ്ടാമത്തെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ അതെല്ലാം ഓരോ ടേണിംഗ് പോയിന്റുകളായിരുന്നു എന്നാണ്. വിശ്വാസി സമൂഹത്തിന് ഉപകാരപ്പെടാൻ, വിശ്വാസി സമൂഹത്തിന് അങ്ങേയറ്റത്തെ ദൃഢത സമ്മാനിക്കാൻ യൂസുഫ് നബിയുടെ ചരിത്രം ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതാ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് അടിമച്ചന്തയിൽ കൊണ്ടുപോയി സാധാരണ അടിമകളെ വിൽക്കുന്നത് പോലെ വിറ്റ് അവസാനം രാജകൊട്ടാരത്തിലെത്തി, ജയിലിലെത്തി. പിന്നെ ജയിലിൽ നിന്ന് ഈജിപ്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ സ്ഥാനത്തിലേക്ക് എത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോവുകയായിരുന്നു. ഇങ്ങനെ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യൂസുഫ് നബി അനുഭവിച്ച ഓരോന്നും പ്രയാസങ്ങളാണ്. പക്ഷേ ആ പ്രയാസങ്ങളുടെയൊക്കെ പിന്നിൽ വരാനിരിക്കുന്ന വലിയ വിജയത്തിന്റെ, ഉന്നതമായ സ്ഥാനത്തിന്റെ കൃത്യമായ മേഖലയായിരുന്നു അത്. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കളും തന്റെ സഹോദരങ്ങളും ഈജിപ്തിൽ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് ഈ വിഷയങ്ങളൊക്കെ അനുസ്മരിച്ചതിന് ശേഷം പറഞ്ഞു, ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തെ ആയത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. യൂസുഫ് നബി പറയുന്നു, തീർച്ചയായും എന്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനത്രേ. നിശ്ചയമായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. എല്ലാം വളരെ വളരെ സൂക്ഷ്മമായി നിയന്ത്രിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ട എന്റെ സഹോദരിമാർ പഠിച്ചു വെക്കണം. ഈ സംഭവത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കൃത്യമായ ചില വിഷയങ്ങൾ. കാരണം അവിടുന്ന് 2 മേഖലകളിൽ ഗൂഢമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ജയിൽവാസവും പൊട്ടക്കിണറ്റിലെ വാസവും യൂസുഫ് നബിക്ക് സമ്മാനിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാൻ ഈ പരീക്ഷണങ്ങളെ അല്ലാഹു കൊണ്ടുവരികയാണ് ചെയ്തത് എന്നാണ്. വിശ്വാസികൾക്ക് പഠിക്കാൻ പാഠമുണ്ട്. വിശ്വാസികൾ പഠിക്കണം. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. രക്ഷിതാവേ, ഖദ് ആതൈതനി മിനൽ മുൽകി, നീ എനിക്ക് രാജാധികാരത്തിൽ നിന്നും കുറെയൊക്കെ നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്, വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും കുറെയെല്ലാം നീ എനിക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്തിട്ടുണ്ട്. സ്വപ്ന വ്യാഖ്യാനം പറയാൻ കുറച്ചൊക്കെ നീ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലാ. ഇതെല്ലാം നീ ചെയ്തു തന്നതാണ് റബ്ബേ.
ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവേ, അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹുവേ ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തിലും എന്റെ രക്ഷാധികാരി നീയാകുന്നു അല്ലാഹ്. എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഓരോരോ വിഷയങ്ങളിലും എന്റെ വലിയ നീയാണ് റബ്ബേ. നീ ഉദ്ദേശിച്ച തരത്തിലാണ് എന്നെ നീ കൊണ്ടുവന്നത്. അവസാനം എനിക്ക് നീ ഇതെല്ലാം തന്നതും നീ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നാഥാ, എന്നെ നീ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ. ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, എന്തൊക്കെ വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയാലും, നിന്നെ വിസ്മരിക്കുന്നൊരു സന്ദർഭവും എനിക്കുണ്ടാകല്ലോ റബ്ബേ. ഞാൻ മരിക്കുന്ന സമയത്ത് സമ്പൂർണമായി നിനക്ക് കീഴൊതുങ്ങുന്നവനാക്കി എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നാഥാ, നിന്റെ സച്ചരിതരായ ആളുകളുണ്ടല്ലോ, അവരോടൊപ്പം നീ എന്നെ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസി സമൂഹത്തിന് പറയാനുള്ള പാഠങ്ങളത്. വിശ്വാസി സമൂഹം പറയേണ്ട വർത്തമാനങ്ങളായതെല്ലാം, അല്ലാഹുവേ എല്ലാം നീയാണ് ഞങ്ങൾക്ക് നൽകിയത്. അതെല്ലാം ഞങ്ങൾക്ക് ഏതൊക്കെ പരീക്ഷണങ്ങളിലൂടെ ഞങ്ങൾ പോകേണ്ടി വന്നാലും, ആരൊക്കെ ഗൂഢമായ രഹസ്യങ്ങൾ കൂടിയിരുന്ന് തീരുമാനിച്ചുറച്ച് ഞങ്ങൾക്കെതിരെ വന്നാലും നാഥാ, അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, ഞങ്ങൾക്ക് പറയാനുള്ളതാണ്, ഞങ്ങളെ രക്ഷിതാവ് നീയാണ്. അതുകൊണ്ട് തവഫനി മുസ്ലിമാ, എന്ത് വന്നാലും ഞങ്ങളെ മുസ്ലിമായിട്ട് മരിപ്പിക്കാവുള്ള റബ്ബേ. പതറിപ്പോകുന്ന അവസ്ഥ ഞങ്ങൾക്കുണ്ടാകരുത്. ഞങ്ങൾ മരിക്കുന്നെങ്കിൽ മുസ്ലിമായി മരിപ്പിക്കണം. സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, അങ്ങനെ തുടങ്ങുന്ന ഉന്നതന്മാരായ ആളുകളോടൊപ്പം നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്ത് യൂസുഫിന്റെ 101-ാമത്തെ ആയത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് സത്യവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന സുപ്രധാനമായ വിഷയം, എന്തൊക്കെയാണെങ്കിലും ശരി, ഒക്കെ റബ്ബ് തന്നതാണ് നമ്മളെ കയ്യിൽ. റബ്ബ് തന്നതാണ് നമ്മുടെ കയ്യിൽ. അനധികൃതമായി ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് ഉറപ്പിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഇല്ല, എന്ത് വിഷയങ്ങൾ വന്നാലും എൻ്റെ റബ്ബിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയാൽ ഒന്നും പറയേണ്ടി വരില്ല എനിക്ക്. കാരണം എൻ്റെത് 100% ശരി തന്നെയാണ്. അനാവശ്യമായ അനധികൃതമായതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഉമ്മത്തെ ഭയപ്പെടാനൊന്നുമില്ല, ആർക്കും ഒന്നും പേടിക്കാനില്ല. ഈ പരീക്ഷണങ്ങൾക്ക് റബ്ബിന്റെ അടുത്ത് ഗുണപരമായ നേട്ടമുണ്ടാക്കാനുള്ളതാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം, അത് സത്യവിശ്വാസികൾ അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ലത്തീഫ് എന്ന അല്ലാഹുവിൻ്റെ നാമത്തിലെ ഒരു ഭാഗം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലുത്ഫ് അത് ആമ്മായും ഖാസായും ഉണ്ട് എന്നാണ്, പൊതുവായും പ്രത്യേകമായുമുണ്ട്. ആം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലേക്കും വ്യാപകമായി. അവിടെ മുഅ്മിനെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരിലേക്കും അള്ളാഹുവിൻ്റെ ലുത്ഫ്, അള്ളാഹുവിൻ്റെ ആ ഔദാര്യം അതിങ്ങനെ വ്യാപകമായതാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പ്രത്യേകമായി അവർക്ക് ലുത്ഫ് നൽകുന്നവനാണ് എന്നതും പ്രത്യേകിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ലുത്ഫാണ് അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം തരുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലുത്ഫായി പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറതൻ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ.
അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് മഴവെള്ളം ഇറക്കുന്നു. ഫതുസ്ബിഹുൽ അർളു മുഖ്ളറ, അങ്ങനെ ആ വെള്ളം ഇറക്കിയത് കാരണം ഭൂമി പച്ച പിടിച്ചതായി തീരുന്നത് നീ കണ്ടിട്ടില്ലേ? ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു എന്നാണ്. ആകാശത്ത് നിന്ന് വെള്ളം ഭൂമിയിലേക്ക് വന്ന് ഭൂമി നിങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ പച്ചവർണം പൂണ്ടതായി, ഹരിതവർണം പൂണ്ടതായി നിലനിൽക്കുന്നത് അള്ളാഹുവിന്റെ ലുത്ഫാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കുകയാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് എല്ലാവർക്കും. മറ്റൊരായത്തിൽ കാണാം, അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി, അല്ലാഹു തന്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു. യർസുഖു മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു, അവൻ ഉപജീവനം നൽകുകയാണ്. വഹുവ അൽ ഖവിയ്യു അൽ അസീസ്, അവൻ ശക്തനും പ്രതാപിയുമാകുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ലഭിക്കുന്ന ഉപജീവനം, ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങൾ, ആകാശത്ത് നമുക്ക് ലഭിക്കുന്ന ജലം, ഇതെല്ലാം അള്ളാഹുവിന്റെ ലുത്ഫ്, എല്ലാവർക്കും ലഭിക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നതാണ്. അതേസമയത്ത് വിശ്വാസികൾക്കാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കനിവുള്ളവനാണ്. അവന്റെ അടിമകൾക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലുത്ഫ്, ചെറിയ 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 പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ ലുത്ഫ് അവൻ തന്റെ അടിമകൾക്ക് പ്രത്യേകം നൽകുകയും ഉണ്ടായ പരീക്ഷണത്തെക്കാൾ ഉന്നതമായ അവസ്ഥ അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സത്യവിശ്വാസികളോട് ഞാൻ പറയുന്നു, കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിലും അതുപോലെ സ്ഥലത്ത് വല്ലാത്ത ചർച്ചയാണ്, ചർവണമാണ്. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബേജാറാവുകയാണ്. വിശ്വാസികളെ, നമുക്കെന്തിന് ബേജാറാകണം? നമ്മൾ റബ്ബിൽ അടിയുറച്ചു നിൽക്കുന്ന നമ്മൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അർപ്പിച്ച നമ്മൾ എന്തിനു ഭയപ്പെടണം? അല്ലാഹു ലതീഫല്ലേ, അവന്റെ ലുത്ഫ് നമുക്കുണ്ടാവില്ലേ? അത് വിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകം നൽകാമെന്ന് അല്ലാഹു പറഞ്ഞതല്ലേ? അല്ലാഹു ചരിത്രത്തിലൂടെ അത് ബോധ്യപ്പെടുത്തിയതല്ലേ? അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള, ഏതൊക്കെ രൂപത്തിൽ, എന്തൊക്കെ അധികാരങ്ങളുടെ ചെങ്കോലുകൾ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലുത്ഫ് അത് മറന്നു പോകരുത് വിശ്വാസികൾ. അതുകൊണ്ടാണ് ഞാൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതെല്ലാം പറഞ്ഞിട്ടും അവസാനം പറഞ്ഞ വർത്തമാനം അടിവരയിട്ട് പഠിച്ചോളൂ. അല്ലാഹുവേ അന്ത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇതെന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉന്നതമായ അവസ്ഥ സംവിധാനിക്കും. അല്ലാഹു നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്തു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം സ്ഥലങ്ങൾ ഖുർആൻ പഠനം നടക്കുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാന്റെ ഖുർആൻ ഒന്ന് പഠിക്കണ്ടേ നമുക്ക്? അള്ളാന്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ശക്തമായ വിശ്വാസം, ഖുർആനിൽ അടിയുറച്ച പ്രവർത്തനങ്ങൾ ഉണ്ടായിത്തീരും. അത്തരം ഖുർആൻ പഠനത്തിന് ധാരാളം മേഖലകൾ ഇവിടെ നടക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ തന്നെ കേരളത്തിലുടനീളമെന്നാൽ മാത്രമല്ല പുറത്തുമൊക്കെ നടക്കുന്ന ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, ഖുർആൻ പഠന സംഗമം, ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ ഒരു സംസ്ഥാന സംഗമം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. ഖുർആൻ പഠിക്കുന്ന മുഴുവൻ ആളുകളും അത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരോടും ഞാൻ പറയുന്നു, ഇന്ന് നമ്മുടെ പള്ളിയിലുള്ള സ്വദഖ, ഇന്ന് നമ്മുടെ പള്ളിയിൽ സ്വീകരിക്കുന്ന സ്വദഖ അള്ളാഹുവിന്റെ പ്രവർത്തകർ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അത് പഠിക്കുന്ന ആളുകൾ അവർ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വദഖയാണ് ഇന്ന് നമ്മൾ ഇവിടുന്ന് എന്തായാലും പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് നന്നായി ഓരോരുത്തരും സ്വദഖ നൽകണം എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഒന്നുകൂടി കൂട്ടി പറയട്ടെ, ഞാൻ 1000ഉം 500ഉം ഒക്കെ ഇപ്പോൾ സാധാരണ ഒരു
യാചകന്മാർക്ക് കൊടുത്തിട്ട് പോലും വാങ്ങണില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഓരോ അത്ര അവസ്ഥയിലേക്ക് മാറിപ്പോയി സംഗതികൾ. പക്ഷേ ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളുടെ സമ്പത്ത് അതിലൊന്ന് റബ്ബ് തന്നതായി എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ഖുർആൻ പഠിക്കുന്ന, അവൻ്റെ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അത്തരം ആളുകളുടെ സംഗമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള സദഖകൾ നിങ്ങൾ നൽകണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഷ്ടപ്പാട് ദുരിതങ്ങളും അനുഭവിക്കുന്നു. അള്ളാഹുയുടെ കഷ്ടപ്പാട് ദുരിതങ്ങളും ഒക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കീഴിൽ ഐക്യത്തോടെ അടിയുറച്ച് നിൽക്കാൻ ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പ്രതിസന്ധികൾ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.